രാഷ്ട്രീയത്തിലെ കടുവാക്കുന്നു കുറുവാച്ച. വാക്കുകൾ കൊണ്ട് വെടിക്കെട്ട് തീർക്കുന്ന സാക്ഷാൽ ദ വൺ ആൻഡ് ഓൺലി PC ജോർജ്. അപ്പനൊരു തീപ്പൊരിയാണെങ്കിൽ മകൻ അതുക്കും മേലെ. അപ്പന്റെ മാസ് മറുപടിക്ക് മകന്റെ ക്ലാസ് മറുപടി. ഒപ്പം ഈ വീട്ടിലെ റിയൽ ഹോം മിനിസ്റ്റേഴ്സ് ഉഷ ജോർജ് ആൻഡ് പാർവതി ഷോ. പപ്പ നല്ല വെടിക്കാരനായി. എന്നെ കാണുമ്പോഴേ ഭക്ഷണം എന്ന് പറയാതെ PC ജോർജ് റൊമാൻറ്റിക് ആണ്. എന്റെ ഭാര്യയുടെ അടുത്ത് ഞാൻ പൂച്ചയാണ്. ഷെയ്നെ അധികം ആർക്കും അറിയില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? പപ്പയുടെ കൂടെ ഒരു സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമ? അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചാത്ത 2 മക്കളാണ്. ഇതുവരെ ഒരു സിനിമ കാണാൻ പോയിട്ടില്ല. എന്റെ അപ്പനാണ് എന്റെ 100%. ഒരു സംശയം. അച്ചായോ, ക്രിസ്മസ് ഒക്കെയാണ്. എന്നാ പരിപാടി? എന്താ പൂഞ്ഞാർ സ്റ്റൈൽ ക്രിസ്മസ് വിത്ത് ഫാമിലി? ക്രിസ്മസ് ഞങ്ങള് കുടുംബം, ഭാര്യ, 2 ആമക്കള്, മൂത്ത മോന്റെ ഭാര്യ, മൂത്ത മോന്റെ 2 മക്കള്, പാറക്കുട്ടി പാറക്കുട്ടിയുണ്ട്. അവനെല്ലാം കൂടെ സന്തോഷമായിട്ട് ക്രിസ്മസിന് ഇത്തവണ 2 പ്രോഗ്രാം. ഞാൻ ഒന്ന് ക്രിസ്മസിന് വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരു മകൻ, എൻ്റെ മകൻ ഷോണിൻ്റെ മൂത്ത മകൻ, അവൻ PC ജൂനിയറാണ്. അവൻ മൗൺഫോർട്ടിലാണ് പഠിക്കുന്നത്, അമ്മടി. അവനും ചൊവ്വാഴ്ച വരും. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. അത് മുഴുവൻ എൻ്റെ ഭാര്യ ഉഷ തന്നെ ഉണ്ടാക്കും. സഹായിക്കാൻ പാർവതി ഉണ്ടാവും. അത് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ പോവില്ല, ഇവരെല്ലാവരും കൂടെ ടൂർ വിടാൻ പോകും. എങ്ങോട്ടേക്ക്? എങ്ങോട്ടെന്ന് അവർ തീരുമാനിക്കണം. അപ്പനെ കൂട്ടാതെ പോവുകയാണോ ഷോണേട്ടാ? അതെ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചത് എല്ലാവരും ഒറ്റ ടൂർ പൊക്കോട്ടെ. ഭാര്യയും മക്കളും മക്കളും എല്ലാം കൂടെ. അതെന്നാ പോവാത്തെ? ഞാൻ ഇനി പ്രായമൊക്കെ ഇനി ചുമ്മാ ഈ സുഖം അത് ശരിയല്ല. ശരിയല്ല. പിള്ളേർ പോട്ടെ. പിള്ളേരുടെ അവരുടെ സന്തോഷത്തിനകത്ത് കട്ടും പണി ഞാൻ ഇരിക്കുന്നു. വല്ല കാര്യം. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളതായിരിക്കില്ല. എത്ര തവണ ഷോണിനെ വിളിച്ചു, ഫോൺ എടുക്കത്തില്ല. അപ്പൊ ഈ തിരക്കിനിടയിൽ എങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 24-ാം തീയതി ഇവിടെ എത്തും. 24-ാം തീയതി വീട്ടിലെത്തുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും 24-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ എത്തണം എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ലക്ഷ്യം. ഷെയ്നെ അധികം ആർക്കും അറിയില്ല. അച്ഛന്റെ വഴിയിൽ നിന്ന് മാറി നടന്നൊരു മകനെന്ന് വേണമെങ്കിൽ പറയാം. അല്ല അല്ല, ഡോക്ടർ അല്ലേ? അതെ അതെ അതെ. പക്ഷെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടൊരു താല്പര്യം തോന്നിയില്ല? രാഷ്ട്രീയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല. ഈ ഇലക്ഷന് ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷന് ഫുൾ ടൈം മുഴുവൻ സ്ഥാനാർത്ഥിമാരുടെ കൂടെ ഈ ബഹളവും പബ്ലിസിറ്റിയും മാധ്യമ ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും വളരെ എല്ലാ സ്ഥാനാർത്ഥിമാരും കൂടെ വീട് കയറാൻ പോയി. ഒരു സമയം കിട്ടാത്തതുണ്ടായൊരു ഞാനിപ്പോൾ ഒരു 4-5 മാസമേ ആയുള്ളൂ വീട്ടിലോട്ടായിട്ട്. അതുവരെ തിരുവല്ലയിൽ പഠിത്തവും കോഴ്സും അങ്ങനെ അതിൻ്റെ പരിപാടിയായിട്ട് പോകുമായിരുന്നു. ഉഷ ചേച്ചിയോടും അച്ചായനോടുമാണ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ക്രിസ്മസ്. കുട്ടിക്കുറുമ്പുള്ള ഒരു കുഞ്ഞു ഷോണും കുഞ്ഞു ഷെയ്നും. ആ ക്രിസ്മസ് കാലം എങ്ങനെ ഓർത്തെടുക്കും? അത് ഓർത്തെടുക്കാൻ വയസ്സായി, ഓർമ്മക്കുറവുണ്ട്. എന്നാലും ഓർമ്മയില്ല. അതാ സത്യം. ഓർമ്മയില്ല. ആ സമയത്ത് പപ്പ തീരെ ഇല്ലായിരുന്നല്ലോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ല. സത്യം എന്താണെന്നറിയോ, ഞാൻ ഈ MLA ആയിരിക്കുമ്പോൾ കല്യാണം കഴിച്ച പോലെ MLA ആയിരിക്കുമ്പോഴാണ് മനസ്സിലായില്ലേ, 81-ൽ. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ANTR പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നേ മനസ്സിലായി. കാരണം നേരത്തെ ഫിക്സ് ചെയ്ത പ്രോഗ്രാം മാറ്റിയില്ലേ. കല്യാണത്തിന് ഒരു പ്രോഗ്രാം വരുന്നത് ശരിയല്ല, മാറ്റണം. ഞാൻ തന്നെ കാർ ഓടിച്ചു, എൻ്റെ ഭാര്യ ഇടതുവശത്ത് ഞാൻ വണ്ടി ഓടിച്ചു കൊടുക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. ഒരുത്തരും ഒരു പൊതുപ്രവർത്തനം അവൻ്റെ കടമ നിർവഹിക്കുന്ന ഒരു മാറ്റം വരുത്താൻ പാടില്ല. എൻ്റെ ഉറച്ച അഭിപ്രായം. അത് കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി, ഒരു കുഴപ്പമുണ്ടായിരുന്നു. വേണ്ട വിധത്തിൽ മക്കളെ ലാളിച്ചില്ല എന്നാണോ പറയുന്നത്? ലാളിക്കേണ്ട ആളനെ കൊടുക്കുന്നു. കൂടുതൽ ലാളിക്കുന്ന എത്ര ഗുണകരമാണ്. പിള്ളേരെ ശാസിക്കുകയും ചെയ്യണം, ലാളിക്കുകയും വേണം. പക്ഷെ എല്ലാ സ്വാതന്ത്ര്യം തന്നെയാണ്. എല്ലാ സ്വാതന്ത്ര്യം. ഒരു കാര്യത്തിനും നിയന്ത്രണം ചോദിച്ചു. 2 ചോദിച്ചു. പാറു ഇരിക്കുന്നു ചോദിച്ചു. പാറുവിനെ ഇത്ര സ്നേഹത്തോടെ ഇങ്ങനെ പാറു എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ പാറു ഒരുങ്ങുന്നുണ്ടോ, പാറുവിനെ
അത്ര സ്നേഹത്തോടെയാണ് അത് ഇങ്ങനെ എന്റെ വീട്ടിലോട്ട് വന്ന് ഒരു ഏക പെണ്ണാണ്, വേറെ പെണ്ണുങ്ങൾ വന്നില്ല. വേറെ പെണ്ണുങ്ങളില്ല, അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ബാക്കി എല്ലാ ആളുകളും. ഓക്കെ. ഇനി അത് ഇപ്പഴല്ലേ, ഇപ്പോഴല്ലേ അമ്മുക്കുട്ടി, ഇപ്പൊ ഇപ്പോഴും അമ്മുകുട്ടിയാണ് മൊത്തം. അമ്മുക്കുട്ടിയാണ്. അതെ, അമ്മുക്കുട്ടി ഒരു എൻസൈക്ലോപീഡിയ ആണ് എന്നാണ് നമുക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, പഠിക്കും, ബ്ലാക്ക് ബെൽറ്റ് ആണോ? കരാട്ടക്കാരിയാണ്. നമുക്ക് എന്നാലും പാട്ടൊക്കെ പഠിപ്പിക്കണം. അതിന് ഇനി അടുത്ത പാറുവിന്റെ അടുത്ത് ചോദ്യം ചോദിക്കാം. 3 അതികായന്മാരുടെ ഇടയിലുള്ള ഒരു സ്ത്രീയാണ്. അതായത് മലയാളത്തിലെ മഹാനടൻ ജഗതി ശ്രീകുമാറിന്റെ മകളാണ്, മലയാളികളെ വിറപ്പിക്കുന്ന PC ജോർജിന്റെ മരുമകളാണ്, ഒപ്പം കേരളത്തിലെ ക്ലീൻ ഇമേജ് ഉള്ള രാഷ്ട്രീയ നേതാവ് ഷോണിന്റെ ഭാര്യയാണ്. അതിനിടയിലൊരു ശക്തമായ ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ 3 അതികായന്മാർക്കിടയിൽ ആ ഒരു ഇത് നോക്കിക്കാണുന്നത്? എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്. പിന്നെ ഈ കൂട്ടത്തിൽ ഒരു ക്വാളിറ്റി ടൈം കണ്ടെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി പെടുന്ന കാര്യം. കാരണം അമ്മയാണെങ്കിലും സ്വന്തമായിട്ടൊരു പ്രൊഫഷനുള്ള ആളാണ്, ഒരു ബിസിനസ്സുള്ള ആളാണ്. പപ്പ രാഷ്ട്രീയത്തിലാണ്, ഷോൺ രാഷ്ട്രീയത്തിലാണ്, ഞാൻ ഒരു വക്കീലാണ്, പല കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ സാധാരണ ഒരു ഫാമിലി ടൈം ഉണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നു. അതാണല്ലോ നമ്മൾ, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ നൽകാറുണ്ടോ? ഒട്ടുമില്ല. അല്ല, എനിക്ക് എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിൽ അഡ്വൈസ് കൊടുക്കാൻ മാത്രം അത്ര ഒരു നോളജ് ഉള്ള ഒരാളല്ല കേട്ടോ. നല്ല വക്കീലറിയാവോ, എല്ലാ ദിവസവും അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നത് കൊണ്ടാവോ എനിക്ക് തോന്നുന്നു. ഇപ്പം എത്ര വർഷമായി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട്? 18 വർഷം മുന്നിട്ടത്. സ്വന്തമായിട്ടൊരു അഭിപ്രായമൊക്കെ ഓരോ ഇതിൽ വരുമ്പോഴാണ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് സന്തോഷം, ഗൃഹഭരണം. PC ജോർജിന്റെ വിമർശകൻ മകൻ തന്നെയാണോ? വിമർശിക്കാറുണ്ട്. അന്വേഷിക്കാറുണ്ട്? അല്ല, ഞാൻ വിമർശിക്കാറുണ്ട്. എന്ത് കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഈ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്നത്, അത് ഹൈഡ് ചെയ്യാതെ പറയുന്ന ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. പക്ഷെ അത് ലാസ്റ്റ് അത് പോസിറ്റീവായിട്ട് വരിക ചെയ്യുന്നത്. അവൻ എത്ര വിമർശിച്ചാലും അവസാനം ഞാൻ പറഞ്ഞ ശരിയും തെളിയിക്കപ്പെടുന്നു. അത് ആദ്യം മനസ്സിലാവത്തില്ല, കുറച്ച് കഴിയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പന്റെ വാർത്താ സമ്മേളനം മാനേജ് ചെയ്യാനാണോ ഷോണിന് പാട്, അതോ ഒരു വലിയ രാഷ്ട്രീയ സമ്മേളനം മാനേജ് ചെയ്യാനാണോ പാട്? അപ്പന്റെ വാർത്താ സമ്മേളനം. തലയിൽ കൈ വെച്ചിട്ടുണ്ടോ ഈ അപ്പ? ഇതെല്ലാം പപ്പയുടെ ഒരു വാർത്താ സമ്മേളനം ഞാൻ പൂർണ്ണമായി കേൾക്കാറില്ല. കാരണം ഞെട്ടലാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാറില്ല. ഉച്ചയ്ക്ക് അഡ്വൈസ് കൊടുക്കാറുണ്ടോ? ഇന്ന് പ്രസംഗിക്കാൻ പോവാണ്, അതായത് ഇവിടുന്ന് എന്തു പറഞ്ഞ് കാലയെ പിടിച്ച് ദേവി ഇത് മിണ്ടരുതേ എന്ന് പറഞ്ഞു വിട്ടാലും അവിടെ ചെന്ന്, പ്രത്യേകിച്ച് നിങ്ങൾ പത്രക്കാരെ കാണുമ്പോൾ എല്ലാം മറക്കും. അതുവരെ പറഞ്ഞതും വന്നതും പോലെ എല്ലാം അതിപ്പോ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറയും നമ്മള്. അല്ലാതെ ഉടനെ അതെല്ലാം ഒളിച്ചു വെച്ച് എല്ലാ രാഷ്ട്രീയക്കാരുടെ കൂട്ടും എല്ലാം പകുതി സത്യവും പകുതി കള്ളവും. മകൻ എങ്ങനെ സത്യം പറയുന്ന മകന് അവൻ ആ ഫീൽഡിൽ അങ്ങനെ അല്ല നിൽക്കുന്നത്, അതാണ് പ്രത്യേകത. വാക്കുകൾ അളന്ന് തൂക്കി സംസാരിക്കാറുള്ളൂ. മറ്റേ ആളാണെങ്കിൽ വാ തുറന്നാൽ എന്തും പറയും. പക്ഷെ ഷോൺ ഭയങ്കര വാക്കുകളുടെ വിപ്ലവം തീർക്കും, പക്ഷെ വാക്കുകൾ അളന്നുകൊണ്ടേ സംസാരിക്കാറുള്ളൂ. അവന് പ്രത്യേക പിന്നെ ഒരു സയന്റിഫിക് മെത്തേഡ് ആവല്ലേ എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെ മകന് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ അഡ്വൈസ് ഉണ്ടോ, ഒരു ഉപദേശം? മനുഷ്യ നിന്റെ മനസ്സ് ഇതാണ് എന്ന് പറയാം, എല്ലാവരോടും പറഞ്ഞതാണ്. എനിക്ക് മകൻ മാത്രമൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ എല്ലാവരും ഇഷ്ടമാണ്. മകൻ പോലും മകൻ പറയാം. മകനിൽ നിന്നും പഠിക്കാൻ ഒരു ഗുണം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഞാൻ അവനെ കണ്ടു പഠിക്കാണ്. എന്റെ കൊച്ച നീ എന്തൊരു പൊട്ടിയ. രാജ്യം ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. ഇന്ത്യ പ്രസിഡന്റാണെങ്കിൽ ഞാനൊന്നും പഠിക്കാൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണുമല്ലോ. ഞാനാണ് മെയിൻ. അപ്പൊ ഇളയ മോനിന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അവന്റെ ഒട്ടും പട്ടി കൊടുക്കാനില്ല. അയ്യോ, പപ്പയെ സംബന്ധിച്ച് പപ്പ ഭയങ്കര ഔട്ട്സ്പോക്കൺ ആയിട്ട് ഒരാളാണ്. എനിക്കൊന്ന് PC ജോർജിനെ അദ്ദേഹത്തിന് ഇരുത്തിക്കൊണ്ട് പേര് വിളിക്കുന്നു വിചാരിക്കരുതേ. പപ്പയെ പോലെ ഔട്ട്സ്പോക്കൺ ആയിട്ട് പെരുമാറുന്ന ഏത് രാഷ്ട്രീയക്കാരനുണ്ട് ഇന്ന് ഈ കേരളത്തിലെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഒരാളങ്ങനെ പറയണമല്ലോ. എല്ലാവരും ഒരേപോലെ ആയിപ്പോ അവരും ഈ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്കൊന്ന് പപ്പ പ്രത്യേകിച്ച് മോട്ടീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഷോണിനെ സംബന്ധിച്ച് ഷോണിന്റെ മനസ്സിൽ കൃത്യമായ മോട്ടീവ്സ് ഉണ്ട്, കൃത്യമായ ലക്ഷ്യബോധം ഉണ്ട്. അതുകൊണ്ട് പുള്ളി സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഇതില് ഇദ്ദേഹം സംസാരിക്കുന്ന രീതി കുറച്ചും കൂടെ
ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ. പക്ഷെ എന്നാലും പപ്പയെ പോലെ സംസാരിക്കാൻ ഷോണിന് ഗട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. അല്ല അത് ജനറേഷൻ ഗ്യാപ്പാണ്. ജനറേഷൻ ഗ്യാപ്പ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രല്ല എനിക്ക് ഈ അപ്രിയ സത്യങ്ങൾ പല രീതിയിൽ നമുക്ക് പറയാം. അത് ഹർട്ട് ചെയ്യാതെ പറയാം, ഹർട്ട് ചെയ്തുകൊണ്ടും പറയാം. എൻ്റെ മാത്രമല്ല, എനിക്ക് 100% ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയില്ല. ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് വേദനിക്കാതെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. 3, ഞാൻ എടുക്കുന്ന നിലപാടുകൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് എന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പം ഇത് കൺസിഡർ ചെയ്ത് ഞാൻ പറയാം. എന്നാൽ ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഏത് പാതിരാത്രിക്ക് എന്നോട് വിളിച്ച് ചോദിച്ചാലും എനിക്ക് മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളിൽ എനിക്ക് ഒരിക്കലും ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ റിഗ്രറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്ഷമാപണം നടത്തി എന്ന് പറയേണ്ട സാഹചര്യം ഞാൻ എനിക്ക് സൃഷ്ടിക്കില്ല. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പ്രസ്ഥാനത്തിന് സംസ്ഥാന ഉപാധ്യക്ഷനാകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ലത്. ഒത്തിരി ആളുകളുടെ കഷ്ടപ്പാട് കൊണ്ടും ഒത്തിരി ആളുകളുടെ ജീവത്യാഗം കൊണ്ടും ഒക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് കൊണ്ട് ഇരുത്തുമ്പോൾ എനിക്ക് ആ മുഴുവൻ ആളുകളോടുള്ള പ്രതിബദ്ധത നിലനിർത്തിയേ സംസാരിക്കാൻ കഴിയും. ഏത് പാർട്ടിയാന്ന് പറയണം? ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ പക്ഷേ പപ്പയൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ അന്നത്തെ കേരള കോൺഗ്രസ് ശൈലിയിൽ, ഞാനൊരു കേരള കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ വളർന്നു വന്നതാണ്. ആ കേരള കോൺഗ്രസ് ശൈലിയിൽ സംഘടനാ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യമല്ല ബി ജെ പി മറ്റൊരു ചട്ടക്കൂടിനകത്താണ്. ഞാൻ ആ ചട്ടക്കൂടിനെ ആസ്വദിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ മിതത്വം സൂക്ഷിക്കാറുണ്ട്. അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാൽ ഞാൻ എടുക്കുന്ന നിലപാട് അത് വളരെ ശക്തമായി തന്നെ മുമ്പോട്ട് പോകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ചെറുപ്പക്കാരനായ യുവ നേതാവാണ്. ക്ലീൻ ഇമേജ് ഉണ്ടെന്ന് തന്നെ ഷോണിന് പറയാം. ഷോണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ക്ലീൻ ഇമേജ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ 2035 കേരളത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഷോണിന്റെ വിഷൻ എന്താണ്? 2035 കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മോദിജിയുടെ കാഴ്ചപ്പാടിൽ വികസിത ഭാരതം എന്നതുപോലെ തന്നെ വികസിത കേരളത്തിൽ ഇപ്പോഴും ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് കൂടുതലും വർഗീയ വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങളും പീഡന കേസുകളൊക്കെയാണ്. അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യധാര വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു MLA-ക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിനുശേഷം വന്ന സ്വർണ്ണക്കൊള്ള, ഇതിലൊക്കെ തട്ടിയാണ് കേരളത്തിലെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. പക്ഷെ അതിലല്ല നമുക്ക് പോകേണ്ടത്. നമുക്ക് വികസനത്തിലാണ് പോകേണ്ടത്. ഞങ്ങൾ കേരളത്തോട് വികസനത്തിന്റെ രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയം കേരളത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ വലിയ മുന്നേറ്റം BJP കൊണ്ടാണ്. ഒരു ചോദ്യം കൂടി, അതായത് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് കൂടുതലും ഒരു ഡിജിറ്റൽ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൾച്ചർ വളരുന്നു. പക്ഷെ അപ്പൻ്റെ സമയത്തായിരുന്നെങ്കിൽ അങ്ങനെയല്ല. അതായത് ഒരു പഴയ ഗ്രൗണ്ട് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ആ ഒരു തലമുറയിലെ വിടവ് അത് ഷോൺ എങ്ങനെ നികത്തും? നമ്മൾ ആ കൂടെ ഓടുക എന്നുള്ളത് മാത്രമേ ഇപ്പൊ ചെയ്യാനുള്ളൂ. പക്ഷെ ഒരു കാര്യം, ജനം ഭയങ്കര കോൺഷ്യസ് ആകേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. നമ്മൾ കാണുന്നതല്ല സത്യം, നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പണമുള്ള ഒരാൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഇന്ന് നേതാവാകാൻ കഴിയും. പണമില്ലാത്ത ഒരു നല്ല പൊതുപ്രവർത്തകന് അവന് നേതാവാകാൻ പറ്റാത്ത കാലഘട്ടവും കൂടെയാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ജെനുവിൻ പേഴ്സണാലിറ്റീസിനെ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് ഒത്തിരി ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കൈകാര്യം ചെയ്യാത്ത എത്രയോ നല്ല വ്യക്തിത്വങ്ങൾ ഇന്ന് ഇല്ലാതായി പോകുന്നു. ഞാനറിയാം, ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടിയും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയും പ്രൊഫഷണൽ ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ള 50-ലധികം നേതാക്കളുണ്ട് ഇന്ന് കേരളത്തിൽ. അവരോട് നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരെക്കാൾ കൂടുതൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല. അവരെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ ഈ പുതിയ തലമുറ സോഷ്യൽ മീഡിയ മാത്രം കണ്ടുകൊണ്ട് പൊതുപ്രവർത്തകരെ വിലയിരുത്താൻ പാടില്ല. PC ജോർജ് 45 വർഷമായി ഉണ്ണാതെ ഉറങ്ങാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അദ്ദേഹത്തെ മോശമാക്കാനും നല്ലതാക്കാനും ഒരു സോഷ്യൽ മീഡിയ ടീമിന് കഴിയും. മനസ്സിലായില്ലേ? അങ്ങനെയല്ല ഒരാളെ അളക്കേണ്ടത്. അപ്പം പുതിയ ജനറേഷനെ ഇതൊന്നും നമുക്ക് പരിചിതമായ ഒരു ലോകമല്ലല്ലോ. അപ്പൊ ആ പരിചിതമല്ലാത്ത ഒരു പ്രക്രിയയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഷെയ്നോടാണ്.
അപ്പനും ചേട്ടനും രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കുറച്ച് ചില സിമിലാരിറ്റീസും ഓപ്പോസിറ്റ് ട്രേറ്റ്സും. അല്ല, ഓപ്പോസിറ്റ് അല്ല, ഇത് കൂടുതലും രണ്ടുപേരും ഭയങ്കര സിമിലറാണ് എല്ലാ കാര്യങ്ങളിലും. ചേട്ടൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആണ്, പപ്പ ഓപ്പണായിട്ട് പറഞ്ഞ് പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പം ചേട്ടനൊരു ഇപ്പോഴാണൊരു വലിയൊരു സംവിധാനത്തിലേക്ക് വരുന്നത്. BJP എന്ന് പറയുന്നത് നാഷണൽ പാർട്ടി. ആ നാഷണൽ പാർട്ടിയിലേക്ക് അതിൻ്റെ ഒരു ഘടനയും അതിൻ്റെ സംവിധാനങ്ങളെല്ലാം വേറെ ഒരു രീതിയാണ്. അപ്പം അത് അനുസരിച്ച് അതിൻ്റെതായ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പം അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് പൂഞ്ഞാർ ആശാന്റെയും മോന്റെയും പൊരിഞ്ഞ പോരാട്ടമാണ്. പൂഞ്ഞാർ വെടിക്കെട്ട്, റാപ്പിഡ് ഫയർ. ക്രിസ്മസിന് ഒരു രാഷ്ട്രീയ ശത്രുവിനും ഒരു രാഷ്ട്രീയ സുഹൃത്തിനും കേക്ക് കൊടുക്കാം. ആരൊക്കെയായിരിക്കും അത്? രണ്ടുപേര്. ഇനി രാഷ്ട്രീയ മിത്രത്തിന് കൊടുക്കാനും അങ്ങനെ എനിക്കില്ല. ഒരു 10,000 കേക്ക് പഠിക്കുന്നുണ്ട്. ശരി, ഒരാളെ ചൂസ് ചെയ്തേ പറ്റും. ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, സ്വന്തമായിട്ട് കൊടുക്കും. ഷോൺ ആർക്ക് കൊടുക്കും? രണ്ടുപേർക്ക്. ഒരു മിത്രങ്ങളുടെ കാര്യം പറഞ്ഞാല് ഇതുപോലെ 10,000 കേക്ക് പഠിക്കുന്നു. ശത്രു എനിക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ ശത്രു അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ശത്രു ഇല്ല. രാഷ്ട്രീയമായി ഞാൻ പറയാലോ, നമ്മൾ ചില ആളുകൾ മോശമാണെന്ന് നമ്മൾ കരുതും, പക്ഷെ നമ്മളെ ശത്രുവായിട്ട് കരുതില്ല. നിങ്ങൾ വേറെ പലരൊക്കെ ചിന്തിച്ചു, ഞങ്ങൾ പറയുന്നില്ല. ഇല്ല അതെ അതെ, ഇതിൽ ഞാൻ തോറ്റു പോയിരിക്കുന്നു ഗൈസ്. അതായത് ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റും, ഷോണിന്റെ റോൾ മോഡൽ ആരാണ് രാഷ്ട്രീയ ജീവിതത്തിൽ? പല കാര്യങ്ങളുണ്ട്. ഞാൻ സത്യസന്ധതയിൽ എൻ്റെ അപ്പനാണ് എൻ്റെ റോൾ മോഡൽ, 100%, ഒരു സംശയം വേണം. ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുന്ന കാര്യത്തിൽ അത് ഞാൻ കേരള കോൺഗ്രസ് സ്മാരകത്തിൽ നിന്നപ്പോൾ ഞാൻ മാണിസാറിനെ കുറെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആളുകളുമായിട്ടുള്ള ഇടപെടൽ, ഡീലിങ്സ്, അത് മാണിസാറിനെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വികസന കാഴ്ചപ്പാടിൽ ജോലി ചെയ്യുന്നതിൽ, പണിയെടുക്കുന്നതിൽ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ രാജീവ് ചന്ദ്രശേഖരൻ. ഇതുപോലെ പണിയെടുക്കുന്നൊരു പറ്റും. 20 മണിക്കൂർ ജോലി പുള്ളി ജോലിയും ചെയ്യും, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും. അത് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായിട്ടാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ 2 വർഷക്കാലം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസം ഒത്തിരി വലുതാണ്. പപ്പയെ രാഷ്ട്രീയ നേതാവ് അല്ലാതെ വേറെ ഏത് റോളിൽ കാണാനാണ് ആഗ്രഹം? രാഷ്ട്രീയ നേതാവ് അല്ലായിരുന്നുവെങ്കിൽ പപ്പ ആരായിരുന്നേനെ? പപ്പ നല്ല വെടികാരനായിരുന്നു. വേറൊരു റോളും പറ്റത്തില്ല. അല്ല, നല്ല 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 വെടിവെച്ച് നടക്കുന്ന, കാട്ടിക്കയറി വെടിവെച്ച് നടക്കുന്ന, ഇതല്ലാതെ ഒരു പരിപാടി അല്ലെ. പിന്നെ പപ്പയ്ക്ക് ബിസിനസ് ഇതൊന്നും പറ്റില്ല. പപ്പയ്ക്ക് മറുപടി ഉണ്ടോ ഈ മോനെ? അവൻ അറിയത്തില്ല, കൊച്ചല്ലായിരുന്നു. ഞാന് കൺഫെക്ഷൻ ഫാക്ടറി ഉണ്ടാക്കിയത്. അത് തുടരാൻ അനുവദിച്ച് അന്നത്തെ കാലത്ത് 8 ലക്ഷം രൂപ വലിയപ്പന്റെ കളഞ്ഞു. 8 ലക്ഷം രൂപ കളഞ്ഞു. അത് വിവരൊക്കെ പോയി. ചെരുപ്പ് മേടിക്കണമെന്ന് പറയുമ്പോൾ 100 രൂപ മതി, പഞ്ചസാര മേടിക്കണമെന്ന് പറയുമ്പോൾ 500 രൂപ മതി. അതാണ് പപ്പായ്ക്ക്. ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ അതാണ് പോകാനെന്ന് വെച്ചിരുന്നു. ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ കൺഫെക്ഷൻ ഫാക്ടറി ഉടമയായിരുന്നു വിശ്വസിക്കുന്നത്. പപ്പയുടെ കൂടെ ഒരു സിനിമ കാണാൻ പോവാണ്. ഏത് സിനിമ? അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചാത്ത 2 മക്കളാണ്. രണ്ടുപേർക്കും പറയാം. ഇതുവരെ ഒരു സിനിമ കാണാൻ പോയിട്ടില്ല. അല്ല, ഒരു സിനിമ കാണാൻ പോകാൻ അവസരം കിട്ടി. സിനിമ കാണാൻ പോയിട്ടുണ്ട്. KK റോഡ്. പപ്പ അഭിനയിച്ച സിനിമ ഇതുപോലെ തള്ളിപ്പൊളി പടമില്ലേ? അത് നമ്മൾ കാണിക്കുന്നുണ്ട്. അല്ല, അവസരം കിട്ടിയ ഏത് സിനിമയ്ക്കായിരിക്കും പോവാ? ആ സമയത്തുള്ള നല്ല സിനിമ പപ്പായ കിട്ടുമ്പോൾ സിനിമയുടെ ചോയ്സ് നോക്കാൻ പറ്റില്ല. ഇതിന് വലിയ ചോയ്സ് ആണ്. അപ്പൊ പപ്പായ കിട്ടുമ്പോൾ കിട്ടുന്ന പടത്തിൽ പോവാം. നല്ല മറുപടി. മോനെക്കാട്ടി മരുമകളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? മരുമകൾ എന്റെ കുടുംബത്തിൽ ഞാൻ, എന്റെ ഭാര്യ, ഞാനും അവനും അവളുടെ കൂടെ പ്രശ്നങ്ങൾ ചില കപ്പിൾസ് ഒക്കെ ഇവിടെ വന്നിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ അപ്പൊ ഇത് ഒത്തുപോകത്തില്ല, ഇത് ഡിവോഴ്സിലൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ 2 ദിവസം കൊണ്ട് അവരെ ഒരു പാത്രത്തിലാക്കിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു മീഡിയേറ്റർ ആണ്. ഈസ് എ ഗുഡ് അഡ്വൈസർ, ഈസ് എ ഗുഡ് മീഡിയേറ്റർ, എല്ലാം ഉണ്ട്. ഇതിൽ കൂടുതൽ എന്ത് വേണം? അവളെ കണ്ടുകൊണ്ടിരിക്കില്ലേ? അതെ അതെ അതെ. ഇത് ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരാളാണ് പല കാര്യത്തിലും. രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയുന്നില്ല, അല്ലാതെ പല കാര്യത്തിലും പേഷ്യൻസോടുകൂടി നിൽക്കുന്ന ഒരാളാണ്. ഇനി നിങ്ങളോട് രണ്ടുപേരാണ്, വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും കാലം കഴിഞ്ഞു, അപ്പോൾ ഒരു പപ്പയോട് പറയാതെ പോയൊരു താങ്ക്സ് അല്ലെങ്കിൽ ഒരു സോറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? താങ്ക്സ് പറഞ്ഞിട്ടില്ല. താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. അല്ല, അത് സോറി പറയാം. പല വിവാദങ്ങളിലും പപ്പ പറയുന്ന സത്യങ്ങൾ ആണെന്നറിയാമെങ്കിലും
അത് പലപ്പോഴും പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയൊക്കെ പ്രതിസന്ധിയിൽ എത്തിക്കുമ്പോൾ പലപ്പോഴും പപ്പായോട് ഒത്തിരി വിമർശനങ്ങൾ പപ്പയ്ക്കെതിരെ പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് പപ്പ പറഞ്ഞത് ശരിയാണ് എങ്കിൽ പോലും അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടതെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് പറയുന്നത് പിന്നീട് സങ്കടം തോന്നാറുണ്ട്. പിന്നെ താങ്ക്സ് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് 5 വർഷം എടുക്കും. താങ്ക്സ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ സ്വാതന്ത്ര്യത്തോട് വളരാൻ അനുവദിച്ചതിനാണ്. എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, എല്ലാ സ്വാതന്ത്ര്യം. ഒരു കാര്യത്തിൽ വിമർശിക്കാം. ഇപ്പോൾ ഞാൻ പറയാം, 25 വർഷമായി ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ. ഈ 25 വർഷത്തിനിടയിൽ നീ ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ചെയ്യരുത്, ഇന്നത് ചെയ്യണ്ട എന്ന് പറയുന്നല്ലാതെ ഇന്നത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ പോസ്റ്റ് ഒട്ടിച്ച് നടന്നപ്പോഴുള്ള സുഹൃത്തുക്കൾ ചുമരെഴുതാൻ വേണ്ടി നടന്നപ്പോൾ ഞാൻ നന്നായിട്ട് ചുമരെഴുതും, ഞാൻ നന്നായിട്ട് പോസ്റ്റ് ഒട്ടിക്കും. ഞാൻ ആ താഴെ തട്ട് മുതലേ എന്നോടൊരിക്കലും നീ സമജീവ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞില്ല. ഞാൻ ക്രമേണ അതിൽ വരികയായിരുന്നു. അത് എല്ലാ തലത്തിലും, അത് വാർഡ് തലം മുതൽ പോസ്റ്റ് ഒട്ടിച്ചും ചുമരെഴുതിയും ഇവിടുത്തെ പാർട്ടിയുടെ സാധാ പ്രവർത്തകർക്കൊപ്പം അവരുടെ ഒപ്പം ജീവിച്ചാണ് ഞാൻ വളർന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം തന്നെയായിരുന്നു. ഓരോരുത്തർ കൊണ്ട് എന്നെ പ്ലാൻ ചെയ്യായിരുന്നില്ല. തീർച്ചയായും. ഇനി നമുക്ക് 2035 ഒന്ന് പോകാം. അന്ന് ഷോൺ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, PC ജോർജ് കേരളത്തിലെ ഗവർണർ. ഒരു ക്രിസ്മസ് ദിനം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കുകയാണ്. എന്തായിരിക്കും അത്? ഒന്ന് ആ സീൻ അത്ര മാത്രമേ ഉള്ളൂ. ഹലോ, ഇത് സമ്മതിക്കില്ല കേട്ടോ. അതല്ല ഒന്ന് പ്രായോഗികമായ കാര്യമല്ല. നടക്കില്ല. എന്തെങ്കിലും കേരളത്തിലെ PC ജോർജിനെ ഗവർണറാക്കാൻ പറ്റില്ല, കാരണം പുള്ളി മലയാളിയാണ്. അദ്ദേഹം എവിടെയെങ്കിലും പോയി ഗവർണറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഷോൺ ജോർജിന്റെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം, എനിക്ക് കൃത്യമായ പ്ലാനും പദ്ധതിയും ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരിക്കലും ഷോൺ ജോർജിനെ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടാണ്. അതെ, അപ്പൻ എവിടെയാണെങ്കിലും അതിപ്പോ ഞാൻ പറയില്ലേ, ക്രിസ്മസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്നും രാത്രി 9:30 ആകുമ്പോൾ കോളുണ്ട്, നീ എവിടെയാണ്? ആ കോൾ എന്നും ഉണ്ടാവും, ക്രിസ്മസ് ആണെങ്കിൽ അല്ലെങ്കിൽ. അങ്ങനെ ഒരു സംഭവം. അപ്പൊ അപ്പനൊരു ക്രിസ്മസ് സമ്മാനം കൊടുത്ത് നമുക്ക് ഷോണിനെ തൽക്കാലത്തേക്കും യാത്രയാക്കാം. അച്ചായൻ അവസാനമായിട്ട് മക്കൾ എന്നാ ഉമ്മ വന്നത്? അതായത് 1-2 വയസ്സോടെ എടുത്തോണ്ട് ഉമ്മ കൊടുത്തിട്ടുണ്ട്. 1-2 വയസ്സില്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് കൊടുക്കാവുന്നതാണ്, 2 മക്കളോട് ചേർന്നിട്ട് ഒരു ക്രിസ്മസ് സമ്മാനം. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തോന്നണം. കേരളം കാണുക, രാഷ്ട്രീയ കേരളം എന്ന് കാണുക. താങ്ക് യു സോ മച്ച്. അതെ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച മുത്തമാണ്. എന്ത് തോന്നുന്നു? ഇത്രയും വലിയ സ്നേഹചുംബനം കിട്ടിയിട്ടുണ്ടോ? അതായത് ഒരു 35 വയസ്സായ PC ജോർജിനെയാണ് അന്ന് ഓർത്തത്. ഞാൻ ചെറുപ്പത്തിലെ പിള്ളേരെ മുമ്പ് കൊടുത്തില്ല. ആ ഓർമ്മയാണ് വന്നത്. ഉഷ ചേച്ചിയോടാണ് ഇനി. ഇതുവരെ ഇപ്പൊ എത്ര ക്രിസ്മസ് നിങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കും, ഒരുപാട് നാൾ ആഘോഷിക്കട്ടെ. അപ്പോൾ ഇതുവരെ തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം, അച്ചായൻ തന്ന സമ്മാനം? 2 സമ്മാനം. ഓക്കെ, അതല്ലാതെ അങ്ങനെ പ്രത്യേകം എടുത്തു പറയാ, ഇവരുടെയൊക്കെ തിരക്കിട്ട ജീവിതത്തില് അങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ചിലപ്പോ വെഡിങ് ആനിവേഴ്സറി ഡേറ്റോ ബർത്ത്ഡേസോ ഒന്നും ഓർക്കാറില്ല. ഇവരൊക്കെ ഫുൾ ടൈം നാടിന് വേണ്ടി പരിഭവം പ്രകടിപ്പിക്കാറുണ്ടോ ഷോണിനോട്? അമ്മ ഒന്നും ഇന്നേവരെ അങ്ങനെയൊന്നും ഒരു പ്രശ്നം. ഞാൻ വഴക്കാളിയാ പല കാര്യത്തിലും. ഞാൻ ചില കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ക്വാളിറ്റി ടൈം വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പിള്ളേരോട് സമയം സ്പെൻഡ് ചെയ്യണം ആഗ്രഹിക്കും. ഇന്നലെ തന്നെ മോളുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ, അവിടെ ഒരു പ്രെയർ ഡാൻസിനൊക്കെ ഉണ്ട്. ആ പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞ പുള്ളി വന്നേ. അതിന് ഞാൻ പുള്ളിയോട് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറിന് പോയിരുന്നപ്പോഴും ഞങ്ങൾ വഴക്കുണ്ടാക്കി. ഞങ്ങൾ തമ്മിൽ മുഖത്ത് നോക്കില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ കൊച്ചിന്റെ പ്രോഗ്രാമിന് വന്നില്ല, അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഇനി അടുത്ത വർഷം പുള്ളി അത് വരും. പക്ഷെ മമ്മയൊക്കെ എന്ന് പറഞ്ഞാല് അത്തരം പരിഭവങ്ങൾ പോലും, ഇന്ന് രാവിലെ തന്നെ ഞാനും മമ്മയും കൂടെ ഒരു ടോക്ക് ഇങ്ങനെ ഉണ്ടായി. അത്തരം പരിഭവങ്ങൾ പോലും ഇവര് പ്രകടിപ്പിക്കാറില്ല. ഇവരൊക്കെ എനിക്ക് തോന്നുന്നു പപ്പയ്ക്ക് വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്തതുപോലെ ഷോണിന്റെ ഭാര്യയായ എനിക്ക് ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഇസ് ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. കാരണം മമ്മയുടെ സാക്രിഫൈസ് ആണ് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം ഒരു പൊസിഷനിൽ വരാനുള്ള ഒരു കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊരു ഭയങ്കര സാക്രിഫൈസ് ആണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഉഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യല. നാട്ടിനെ വിറപ്പിക്കുന്ന ആള് വീട്ടിലൊരു പൂച്ചയല്ല. എന്നാൽ ഉഷ ചേച്ചിയാണ് ഭരണമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ്
അതെ പറയുന്നത്. സത്യമാണ്. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാം അവള് തന്നെ തീരുമാനിക്കും. എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും. ഇവൻ അടുക്കളയിലെ ഓരോ കാര്യങ്ങളും. പിന്നെ വേറെ കാര്യം കേട്ടോ, ഈ ക്രിസ്മസിന് നല്ല ഒരു ഡ്രസ്സ് മേടിച്ച് തരാറില്ലേ മോളെ? നല്ല ഡ്രസ്സ് അത് ക്രിസ്മസിനൊന്നും അല്ല, എപ്പോഴാണെന്ന് ചോദിച്ചാലും കൊടുക്കും. ക്രിസ്മസ് ക്രിസ്മസിന് പ്രത്യേകം പ്രത്യേകിച്ച് കൊടുക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള മസ്റ്റാണ് ക്രിസ്മസ്. ചോദിക്കും എല്ലാ ക്രിസ്മസിന് എവിടെ നിന്നാണേലും ഞാൻ ഓടിയെത്താറ്. ഒരു ദിവസം PC ജോർജ് ആവാൻ അവസരം കിട്ടി, ആദ്യം എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? എന്ത് ക്വസ്റ്റ്യൻ. ഭക്ഷണം എടുത്ത് വെക്കാൻ പറയും. അല്ല, എന്നാലും ഒരു ജെന്യൂൻ ആയിട്ട് ഒരു ആൻസർ, പപ്പയാകാൻ ഒരു ചാൻസ് കിട്ടിയ മമ്മ എന്ത് ചെയ്യും? അങ്ങനൊരു ആൻസർ ഇല്ല. ഭക്ഷണം എടുത്ത് വെക്കാൻ പറയും. അതെന്തേ വന്ന ഉടനെ ഭക്ഷണം എടുത്ത് വെക്കാൻ പറയാറുണ്ടോ? ഭക്ഷണം എന്നാണ് പറയുന്നത്. ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം അതൊരു പരാതിയാണ് കേട്ടോ. എന്നെ കാണുമ്പോഴേ ഭക്ഷണം എന്ന് പറയാതെ ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി ഇങ്ങോട്ട്, അപ്പൊ എനിക്കൊരു ചായ കുടിക്കും. ഞാൻ പക്ഷെ ഒരു ചായ എന്ന് പറഞ്ഞു ഒരു ഒറ്റ ചിരി അവിടെ. ഞാൻ ഓർക്കായിരുന്നു, എന്നെ കണ്ടപ്പോ എന്തുകൊണ്ട് ചോദിച്ചില്ല. അന്നേരം ഞാൻ കണ്ടത് ആവശ്യമില്ല, ചായയുടെ സമയമൊന്നും അല്ല. ചുമ്മാ ചോദിച്ചത്. ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താ? എല്ലാം എന്താണ് എല്ലാം നല്ല ഭക്ഷണം. എന്നാലും ഒരെണ്ണം. ഏത് ഭക്ഷണം എടുത്തതും നല്ല ഭക്ഷണം. ഞാൻ ആത്മാർത്ഥം പറഞ്ഞ ഏറ്റവും നല്ല ഭക്ഷണം. നന്നായിട്ട് കുക്ക് ചെയ്യും. ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം. എല്ലാം അപ്പം ഉണ്ടാക്കി തന്നാലും, ദോശ ഉണ്ടാക്കി തന്നാലും, ഇടിയപ്പം ഉണ്ടാക്കി തന്നാലും, കപ്പ ഉണ്ടാക്കി തന്നാലും, ആട്ടിറച്ചി ഉണ്ടാക്കി തന്നാലും. ഇന്ന് രാവിലെ 2 കിലോ ആട്ടിറച്ചി ബുക്ക് ചെയ്യുന്നു. ആട്ടിറച്ചി എനിക്ക് കിട്ടാനില്ല. ക്രിസ്മസിന് 2 കിലോ ആട്ടിറച്ചി ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ പക്ഷെ എല്ലാം നല്ലവണ്ണം ഉണ്ടാകും. അല്ല അമ്മ അത് മാത്രമല്ല, നമുക്കൊരു ഷോപ്പുണ്ട് പിന്നെ തൊട്ടപ്പുറമായിട്ട്. അവിടെ അതാണ് അവിടെ ജീവിതം. ടെക്സ്റ്റൈൽസ്, ടൈലറിങ് എല്ലാം കൂടെ, ബൊട്ടീക്ക് എല്ലാം കൂടെ ആയിട്ട് അതിന്റെ ഇടയിൽ അമ്മ സമയം കണ്ടെത്തി ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ PC ജോർജ് റൊമാൻറ്റിക് ആണ്. അതെ. ആണോ? ആള് പറയുന്നു. മൈക്കൂട്ടെ എന്നാ റൊമാൻറ്റിക് ആണെന്ന് പറയാൻ കാരണം കൊച്ചുമോളാണേ പറഞ്ഞിരിക്കുന്നേ. ഇപ്പൊ പുറത്തുനിന്ന് വരുമ്പോഴൊക്കെ അമ്മക്ക് ഗിഫ്റ്റ് എല്ലാം അങ്ങനെ വരട്ടെ. കൊച്ചു പറയുന്നു, കൊച്ചിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഇങ്ങനെ അമ്മക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ മോള് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലേ? അത് ആക്ച്വലി ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ റോസാപ്പും അമ്മയ്ക്ക് കൊടുക്കും. അപ്പൊ അവളതാണല്ലോ കാണുന്നത്. റൊമാൻറ്റിക് ആവാനുള്ള സമയമില്ല, ഇപ്പഴാ പപ്പയ്ക്ക് സമയം കിട്ടുന്നത്. ഈ പോകുന്നിടത്തിലെ ഷാള് കിട്ടും. ഷാള് കിട്ടുമ്പോ അതെല്ലാം ഞാനിങ്ങനെ മുഴുവൻ BJP ഷാളായിരിക്കും. ചിലവ് ഭയങ്കര വില കൂടി നല്ല ഷാളായിരിക്കും. അങ്ങനെയുള്ള ഷാള് നിർബന്ധമായി അറിയോ, ഈ ഭയങ്കര തിളക്കമുള്ളതെല്ലാം വില കൂടിയതാന്ന് പറയുന്നത്. എല്ലാം അമ്മക്കുട്ടിക്ക് ഉടുപ്പ് തയ്ച്ചു കൊടുക്കാനാണ് ഇവിടെ കൊടുത്ത് വിഷയം കൊടുക്കുന്നത്. ആ മക്കളോട് നിൽക്കുന്നത് പോലല്ല ഒരിക്കലും കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് ഡോട്ടർ എങ്ങനെ അവളെ നോക്കി കാണുന്നത്? അവളല്ലേ ഞങ്ങളുടെ ജീവിതം. അതാണ് ഇപ്പം സത്യം പറഞ്ഞ കൊച്ചുമക്കളുടെ കൂടെ ഉള്ള ഒരു ലൈഫ് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ട്. പപ്പയാണെങ്കിൽ പണ്ട് മക്കളെ ലാളിക്കാത്തതിന്റെ എല്ലാം ഇപ്പൊ തീർക്കുന്നത് ഈ 2 പിള്ളേരിൽ കൂടെയാ. എനിക്കിപ്പം എന്റെ മകനെ അപ്പുന്നാണ് വിളിക്കുന്നേ. അവൻ PC ജോർജ് ജൂനിയറാണ് എന്റെ പേരുകാരൻ. അവൻ ചൊവ്വാഴ്ച അവനെ നോക്കിയിരിക്കും എന്റെ മനസ്സിൽ എപ്പോഴും അവളാ മനസ്സിൽ. വണ്ടി വിളഞ്ഞ അവൻ വണ്ടിയിൽ കയറുകയല്ല, അവൻ ബസ്സിനെ വരും. ഇങ്ങനെ സ്ട്രിക്റ്റാ കൊച്ചു. അപ്പാപ്പണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ മോളെ? എല്ലാം ഇഷ്ടമാണ്. അപ്പാപ്പനെ പറ്റി നല്ല അഭിപ്രായമാണ്. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി തരാറുണ്ടോ? അപ്പാപ്പനാണോ കൂടുതൽ കൊഞ്ചിക്കുന്നത്, അതോ അമ്മയാണോ കൊഞ്ചിക്കുന്നത്, അതോ അച്ഛനാണോ കൂടുതൽ കൊഞ്ചിക്കുന്നത്, അതോ അമ്മാമ്മയാണോ? കൊഞ്ചിക്കാറില്ല. ആണോ? എന്തിനാ അമ്മ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത്? പഠിക്കാത്തതിന്. മാത്സ്, ഹിന്ദി അമ്മ പഠിപ്പിക്കാറുണ്ടോ? അപ്പാപ്പനോ? അപ്പൂപ്പൻ പഠിപ്പിക്കാറില്ല. പക്ഷെ എന്നാ പഠിപ്പിക്കാത്തെ കൊച്ചിനെ? ഞങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞ പറഞ്ഞത് എൻസൈക്ലോപീഡിയ എന്നാ. എല്ലാം അറിയാം. അപ്പനാണോ കൂടുതൽ കൊഞ്ചിക്കുന്നത്, അതോ അച്ഛനാണോ കൂടുതൽ കൊഞ്ചിക്കുന്നത്? അപ്പൂപ്പൻ. ഇവര് ഗ്രാൻഡ് പാരന്റ്സ് രണ്ടുപേരും ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും. അപ്പൊ പിന്നെ ഞാനും കൂടെ കൊഞ്ചിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി പോകുന്ന ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കും. ചേട്ടച്ചനെ പറ്റി എന്നാ അഭിപ്രായം? നല്ല ഡോക്ടറാണ്. നല്ല ഡോക്ടറാണ്. പുറത്ത് നമ്മൾ സിനിമ കാണാനും എല്ലാരും നമ്മളുടെ ഡിന്നറൊക്കെ കഴിക്കാൻ പുറത്തൊക്കെ പോവാറുണ്ട്. വലുതാകുമ്പോ എന്താ ആവാൻ ആഗ്രഹം? ആക്ട്രസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ?
എന്റെ അപ്പൂപ്പൻ തന്നെ. അപ്പൂപ്പനെയാണ് ഇഷ്ടം അല്ലേ? ഒരു ഡയലോഗ് പറയാവോ? ഡയലോഗോ? അല്ല, അപ്പൂപ്പന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ല. സിനിമ ഏതാ? അത്രയും സീൻസ് ഒന്നും കണ്ടിട്ട് ആ, പുതിയൊരു പടം ഇറങ്ങുന്നുണ്ട്. എനിക്ക് അപ്പൊ തോന്നുന്നു ആ എനിക്ക് ടൈമില് നല്ലതെന്നാണ്. ഇവരൊക്കെ ഇപ്പൊ വന്ന സമയത്ത് പപ്പയുടെ ഫിലിംസ് ഒക്കെ വളരെ കുറവല്ലേ. പണ്ടത്തെ എന്തെങ്കിലുമൊക്കെ കിലുക്കം യോധയൊക്കെ ഞാൻ ഇരുത്തി കാണിപ്പിച്ച് അങ്ങനെയുള്ള അറിയാം. ചില സീൻസ് ഒക്കെ കാണിക്കാറുള്ളൂ. നമുക്കൊരു പാട്ട് പഠിപ്പിക്കാവുന്നതാണ്. We the kings of Orient are, bearing gifts we traverse afar, field and fountain, moor and mountain, following yonder star. Oh, star of one, the star of nine, star with royal beauty bright, westward leading, still proceeding, guide us to thy perfect light. അടിപൊളി. മോള് മാത്രമല്ല, അമ്മയും നല്ല ഒന്നാം തരം പാട്ടുകാരിയാണ്. നമുക്ക് അമ്മയെ കൊണ്ടുകൂടി ഒരു പാട്ട് പാടിപ്പിക്കാം. ക്രിസ്മസ് സമ്മാനം, അച്ചായന് കൊടുക്കുന്ന ഒരു ക്രിസ്മസ് സമ്മാനം. ചെറിയ 4 വരി പാടാം. ആ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്നായിട്ടുണ്ട്. എന്താ അഭിപ്രായം? ആ ഇത് നല്ല പാട്ടുണ്ട്, അതാ സുന്ദരം പാട്ടൊക്കെ. സുന്ദരം പാട്ട്. ആ നല്ല, അതായത് പാർവതി പാടുകയും ചെയ്യും, അതോടൊപ്പം ഡാൻസ് ചെയ്യും. ഡാൻസും കളി. കൊച്ചിനെ ഡാൻസ് കളിക്കാൻ ഞാൻ കാണുന്നില്ല. അമ്മുക്കുട്ടിയായിട്ട് ഡാൻസ്, അമ്മുക്കുട്ടി ഡാൻസ് പഠിപ്പിക്കുന്നൊക്കെ ഞാൻ കാണാറുണ്ട്.